പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരല്പം വലിയ വീഡിയോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരാണോ എന്ന ചോദ്യത്തിന് ഒരു വീഡിയോയിലൂടെ എനിക്ക് കഴിയുന്ന മറുപടി അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാമെന്ന് കരുതുകയാണ്. ഈ വീഡിയോയ്ക്ക് താഴെയും ചില വർഗീയവാദികൾ, പ്രത്യേകിച്ച് ഹൈന്ദവ ക്രൈസ്തവ പേരുകളിൽ ചില വർഗീയവാദികൾ, അത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആയിക്കൊള്ളണമെന്നില്ല, സംഘപരിവാർ, RSS, BJP വിഭാഗങ്ങളും ആയിരിക്കില്ല, അവരുടെയൊക്കെ പേരിൽ വന്നു കണ്ട് താഴെ അവരെയൊക്കെ അപമാനപ്പെടുത്തുന്ന വിധത്തിൽ മോശം കമന്റുകൾ എഴുതാൻ സാധ്യതയുണ്ട്. അത് ഞാൻ തൽക്കാലം അവഗണിക്കുകയാണ്. പറയാനുള്ളതും മറ്റുള്ളവർ അറിയേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ? ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിയമപരമായി ഇന്ത്യയിൽ മുസ്ലിങ്ങൾ 100% സുരക്ഷിതരാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അത് മുസ്ലിങ്ങളെന്നല്ല, എല്ലാ വിഭാഗക്കാരും സുരക്ഷിതരാണ്. അടിസ്ഥാനപരമായി നരേന്ദ്രമോദി സർക്കാരിന്, ഈ BJP സർക്കാർ നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാരിന് ഈ നമ്മുടെ രാജ്യത്തെ മറ്റു വികസന, അടിസ്ഥാന നിർമ്മാണ വികസന മേഖല, നമ്മൾ മറ്റു രാജ്യങ്ങൾ പോകുന്ന ഒരു മേഖലയുണ്ടല്ലോ, അതുപോലെ വികസിപ്പിച്ചു കൊണ്ടുപോകണമെന്ന ഒരു ഉദ്ദേശമാണ് ഉള്ളത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാനത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രധാന പ്രശ്നം, അത്തരത്തിലൊരു ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന കുറെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ആ തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ട് ഭരണം നിലനിർത്തേണ്ട ഒരു സാഹചര്യം ഇവിടെ NDAക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞാനത് വളരെ കൃത്യമായി വ്യക്തമാക്കാം. ഇന്ത്യയിൽ ഇന്ന് മുസ്ലിം വിഭാഗത്തിനെതിരെ, ഞാൻ ബാക്കിയുള്ളവർ തൽക്കാലം മാറ്റിവെക്കുകയാണ്, മുസ്ലിം വിഭാഗത്തിനെതിരെ നടക്കുന്ന ആസൂത്രിതമായിട്ടുള്ള അവരെ ഒറ്റപ്പെടുത്താനുള്ള, ഭീതിപ്പെടുത്താനുള്ള നീക്കം. ആ നീക്കം തന്നെ അതിന് ഉദാഹരണം. മുമ്പ് നമ്മുടെ കേരളത്തിൽ അതില്ലായിരുന്നു. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കൂടി വരുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ പേജുകളിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പച്ച നുണ പറഞ്ഞുകൊണ്ട് അതിന്റെ താഴെ വർഗീയത, ഇനി ഒരു മുസ്ലിം പേരോ ഒരു മുസ്ലിം നാടോ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിഷയമോ അല്ലെങ്കിൽ കൂടി അതിന്റെ താഴെ വന്ന് ഒരു കാക്ക എന്നും ഖുറാൻ എന്നും അതും ഇതും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി ചൊറിയുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. അവരെ മാനസിക രോഗികളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാനസിക രോഗികൾ, മതവുമായി ബന്ധപ്പെട്ടിട്ട് മനോവൈകല്യം ബാധിച്ചവർ. അതിനിപ്പോ എങ്ങനെ അത് തിരുത്തുമെന്ന് എനിക്കറിയില്ല. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പൻ ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ഈ അപ്പൻ എന്ന് പറഞ്ഞത് പ്രൊഫൈലാണ്. സോഷ്യൽ മീഡിയയിൽ അവരെല്ലാവരുടെയും പ്രൊഫൈൽ ലോക്കഡായി. ഈ തെറി വിളിക്കുന്നവർ പ്രൊഫൈൽ ലോക്ക് ചെയ്യുന്നത് വേറെ കുറച്ച് പേരുണ്ട്. അവർ വെറുതെ അലക്കണ്ടെന്ന് കരുതിയിട്ട് ആ രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നവർ. എന്നാൽ ഇവരങ്ങനെയല്ല. ഇവരുടെ പ്രൊഫൈലിൽ ഒന്നും ഉണ്ടാവില്ല. തെറി വിളിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കുന്നു. അവർ തന്നെ രണ്ട് വിധമുണ്ട്. ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ടീമുകൾ, ഒരേ ടീം തന്നെ ആയിരിക്കും എല്ലാം. ഇപ്പൊ പിണറായിക്കെതിരെ തെറി വിളിക്കാനായിട്ട് അവരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞ് കുറെ പൈസ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനെ തെറി വിളിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ പേജുകളെല്ലാം അവർ ഉപയോഗിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നേരെ നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാനായിട്ട് സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് പൈസ കൊടുക്കണമെങ്കിൽ അവർ തന്നെ നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കും. അവർ തന്നെ മുസ്ലിങ്ങളെ ചീത്ത വിളിക്കും. അവർ തന്നെയാണ് ഇതെല്ലാം ചീത്ത വിളിക്കുന്നത്. ഇങ്ങനെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഇവിടെ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പയിനിനിടയിൽ പെട്ടുകൊണ്ടാണ് മറ്റ് ഇതര മത വിഭാഗങ്ങൾ ഇതൊക്കെ നമ്മളുടെ ആളുകളാണ്, അതല്ലെങ്കിൽ ഇതൊക്കെ സംഘികളാണ്, ഇതൊക്കെ കൊങ്ങികളാണ്, കമ്മികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പിന്നാലെ ഏറ്റെടുത്തുകൊണ്ട് ചീത്ത വിളിക്കാൻ നിൽക്കുന്നത്. ഇങ്ങനെയാണ് അബദ്ധം പറ്റുന്നത്. ഈ അബദ്ധം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ? നിയമപരമായി ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. ഇവിടെ മുസ്ലിം വിഭാഗീയത തുടങ്ങി വെച്ചത് കോൺഗ്രസ്സാണ്, BJP അല്ല. കോൺഗ്രസിന്റെ കാലത്താണ് ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുന്നത്. ബാബരി മസ്ജിദ് പൊളിക്കാനോ പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയാനോ അല്ലെങ്കിൽ അവിടെ പള്ളി പണിയാനോ കോൺഗ്രസിനോ BJPക്കോ ആർക്കും സത്യത്തിൽ ഉദ്ദേശമില്ലായിരുന്നു എന്നതാണ് വസ്തുത. കാരണം അതൊക്കെ ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ, മിക്കവാറും എല്ലാ പാർട്ടികളുടെയും വോട്ട് ബാങ്കായിരുന്നു. അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുക. അയോധ്യയിലെ ആ രാമപ്രഭാവത്തെക്കുറിച്ച് വാദോരാതെ പ്രചരിപ്പിച്ചത് കോൺഗ്രസ്സാണ്. സ്വാഭാവികമായിട്ടും വിശ്വാസികളായ വലിയൊരു വിഭാഗം, ഇവിടെ ഹിന്ദു വിഭാഗം ആണല്ലോ നമ്മുടെ ഈ നാട്ടിലെ രാജ്യത്ത് കൂടുതൽ. അത്തരത്തിലുള്ള ഒരു വലിയ വിഭാഗം രാമഭക്തരായിട്ടുള്ള ആ ഒരു വലിയ ആൾക്കാരുടെ മനസ്സിൽ ആ ഒരു വികാരം ഇട്ടുകൊടുത്തത് കോൺഗ്രസ്സാണ്. ആ ഒരു വികാരം ഉണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു രാമക്ഷേത്രം വേണം അവിടെ. അതായത് അവരുടെ മനസ്സിലുള്ളത് അയോധ്യ, അവിടെയാണ് രാമൻ ജന്മഭൂമി എന്നതുകൊണ്ട് അവരുടെ രാമജന്മഭൂമിയിൽ ഒരു രാമക്ഷേത്രം വേണമെന്ന് അവർ ആഗ്രഹിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റും?
പറ്റില്ല. അതുകൊണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം വന്നതിന് ഞാനെതിരല്ല. കാരണം അത്തരത്തിലുള്ളൊരു വിശ്വാസം അവരെ കൊണ്ടിട്ട് ആ വിശ്വാസത്തിന്റെ പാരമ്യത്തിൽ അവർ ജീവിച്ച് അടുത്ത തലമുറയായപ്പോഴും ആ തലമുറ അവരുടെ അത് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആഗ്രഹിച്ച് ആ ആഗ്രഹത്തിന് പൂർത്തീകരണം വേണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് സാധിച്ചു കൊടുക്കില്ല എന്നും കോൺഗ്രസ് നേതൃത്വം കേവലം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ വോട്ട് വാങ്ങി ജയിക്കുന്നതെന്നും ഈ പറയുന്ന വിഭാഗം മനസ്സിലാക്കിയെടുത്ത് അവരത് ചെയ്തു തരില്ല, ഞങ്ങൾ വന്നാൽ ഞങ്ങളത് ചെയ്തു തരും എന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വാസത്തിൽ ആർജിച്ചെടുത്താണ് BJPയുടെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് BJP ടപ്പയിൽ കയറി വരുന്നത് ഈ ഒരു വികാരത്തിന്റെ പുറത്ത്. അത് രാഷ്ട്രീയം, ഞാനിതിന്റെ മതമല്ല പറയുന്നത്, രാഷ്ട്രീയമാണ് പറയുന്നത്. വോട്ട് ചെയ്ത് അധികാരത്തിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മുസ്ലിം വിഭാഗീയത പറയേണ്ടി വന്നാൽ സ്വാഭാവികമായിട്ട് പറയേണ്ടത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നരേന്ദ്രമോദി ഏതോ ഒരു കുഗ്രാമത്തിൽ എവിടെയോ ചെന്ന് പ്രസംഗിച്ചപ്പോഴത്തേക്ക് അവിടെയുള്ള ഭൂരിപക്ഷ ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി ഒരു മുസ്ലിം ഒരു ഒരു വിമർശന ഒരു പ്രസംഗം പ്രസംഗിച്ചത്. പക്ഷെ സോഷ്യൽ മീഡിയന്റെ കാലമാണിത്, അതുകൊണ്ടാണ് അത് സ്പ്രെഡായി പോണത്. പണ്ട് കോൺഗ്രസിന്റെയൊക്കെ കാലത്ത് BJPന്റെ ആവിർഭാവ കാലത്തൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നെങ്കിലും സോഷ്യൽ മീഡിയ എത്രത്തോളം ശക്തമായിരുന്നില്ല. സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഇല്ലാതിരുന്ന കാലത്ത് പത്രങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു മാധ്യമങ്ങളോ ഒന്നും പറഞ്ഞിരുന്നില്ല എന്നതാണ് വസ്തുത. നമ്മളൊന്നും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളുടെ ആ മനസ്സിലൂടെ വാമൊഴിയായിട്ട് പകർന്ന് ഇങ്ങനെ പോയതേ ഉള്ളൂ. അതിവിടെ എത്തുമ്പോഴേക്കും സമയമെടുക്കുമായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അതല്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇവിടെ വിവാദമാകുന്നത്. ഏതായാലും BJP അധികാരത്തിൽ വന്ന ശേഷം രാമക്ഷേത്രം എന്നത് ഈ പറയുന്ന ആൾക്കാരുടെ തന്നെ ഒരു മനസ്സിലെ സങ്കല്പമായി ഇരുന്നപ്പോൾ ഇനിയും അത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മുട്ടപ്പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി സർക്കാർ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള പണി, നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയും അതേസമയം ഇത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ്, അല്ലെങ്കിൽ എല്ലാവരോടുള്ള രാജ്യമാണ് എന്ന് ലോക രാജ്യങ്ങൾക്കറിയാം. ഇന്ത്യ മുസ്ലിം രാജ്യമെന്നോ ക്രിസ്ത്യൻ രാജ്യമെന്നോ മറ്റു രാജ്യമെന്നോ നോക്കാതെ മിക്കവാറും എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധം നമ്മുടെ ഭരണാധികാരികൾ സൂക്ഷിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാർ ഈ മുസ്ലിം ഭരണാധികാരികളുമായിട്ട് മറ്റ് രാജ്യങ്ങളിലെ ഇപ്പോൾ സൗദി അറേബ്യ ആയാലും ഖത്തർ ആയാലും UAE ആയാലും എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത്. ആ ഒരു ബന്ധം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു പള്ളി പൊളിച്ചു കളഞ്ഞ സ്ഥലത്ത് എന്തിന്റെ പേരിലായാലും ഒരു ക്ഷേത്രം ഉയർന്നു വരുമ്പോൾ ഇവർക്ക് ചോദിക്കും, എന്തേ നിങ്ങളെങ്ങനെ, അതൊരു മറ്റെന്തോ ഒരു മന്ദിരമായിരുന്നു, കുറച്ചു കാലം ഇത് ആരൊക്കെയോ പള്ളിയായിട്ട് ഉപയോഗിച്ചു, ഏതായാലും അതൊരു മനോവേദനയല്ലേ എന്ന് ചോദിക്കും. അത് സ്വാഭാവികം. രാഷ്ട്ര നേതാക്കന്മാരെ പരസ്പരം കാണുമ്പോൾ അത്ര ചോദ്യം ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് മോദി സർക്കാർ ധനിപ്പൂരില് ബാബരി മസ്ജിദും ഒരു സമുച്ചയമാണ്, അത് പള്ളി മാത്രമല്ല ബാക്കി മുഴുവൻ എല്ലാം ഉണ്ട്, ഹോട്ടല് ഹോസ്പിറ്റൽ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിൽ പള്ളിയുടെ ഭാഗം മാത്രം മുസ്ലിംസിന് അവർക്ക് ആരാധിക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത് മക്കയിലെ ഇമാമിനെ കൊണ്ട് കല്ല് സ്ഥാപിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ അവിടെ ബാബരി മസ്ജിദിൽ കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു പ്ലാൻ ചെയ്യുന്നു. കാരണം ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. നമ്മളിവിടെ ബംഗാളികളെ കാര്യം എടുത്താൽ മതി. മിക്കവാറും ഉള്ള ആൾക്കാർക്ക് മുസ്ലിങ്ങളാണ്. അവര് നമ്മുടെ ഇവിടുത്തെ മുസ്ലിം ജീവിക്കുന്ന പോലെയാണോ ജീവിക്കുന്നത്? പേരുകൊണ്ട് അല്ല അഹമ്മദോ മുഹമ്മദോ മുസ്തഫൊക്കെ വലിയ പേരൊക്കെ ആയിരിക്കും, തക്ലീമുൽ മുസ്താഖ് എന്നൊക്കെ പേരൊക്കെ ഉണ്ടാവും. പക്ഷെ അതെന്താണെന്ന് അവർക്ക് പോലും അറിയില്ല. ഒരു ആചാരമോ മറ്റു കാര്യങ്ങളോ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ നിലയിലുള്ള മുസ്ലിംസ് ആണ് എന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ബാബരി മസ്ജിദ്, ഇവിടെ കേരളത്തിൽ കിടക്കുന്ന നമുക്കാണ് ബാബരി മസ്ജിദും അല്ലാത്ത മസ്ജിദും ഒക്കെ ഭയങ്കര ഒരു ഇതായിട്ട് നിൽക്കുന്നത്. അതേസമയം രാമക്ഷേത്രം എന്ന വികാരം അയോധ്യയിലുള്ളവർക്ക് മാത്രമല്ല, ഇന്ത്യ ഒട്ടുക്കാണ്. ഇതാണ് വ്യത്യാസം. ആ വികാരത്തിന്മേൽ കൃത്യമായി അവർ പണിയെടുത്തു. അവിടെ രാമക്ഷേത്രം ഉയർന്നു വന്നു. ഇപ്പുറത്തുള്ളവർ പണിയെടുക്കാൻ തയ്യാറായില്ല, അതവിടെ കിടന്നു. അവസാനം രാമക്ഷേത്രം ഉയർന്നപ്പോൾ നേരത്തെ പറഞ്ഞ ഭരണാധികാരികൾ മോദി അടക്കമുള്ളവരോട് ചോദിക്കാൻ തുടങ്ങി, എന്തേ ഇങ്ങനെ? അവർക്ക് അറിയില്ലല്ലോ ഇവിടെയുള്ള മുസ്ലിംസിന് വേണ്ടാഞ്ഞിട്ടാണ് അത് പണിയെടുക്കാത്തത്. ഏതായാലും അതുകൊണ്ടാണ് BJP തന്നെ നേതൃത്വത്തിൽ മണിപ്പൂരിൽ ബാബരി മസ്ജിദിന്റെ പണി തുടങ്ങാൻ തീരുമാനിച്ചതും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതും. ഇത് അതിന്റെ ഒരു വശം. അതായത് നിയമപരമായി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരാണ്. ആ മുസ്ലിം വിഭാഗം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ സംരക്ഷിച്ച് അവരെ ഒരുമിപ്പിച്ച് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നരേന്ദ്രമോദി സർക്കാർ BJP സർക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹജ്ജിന്റെ സ്വകാര്യ കോട്ട എടുത്തു കളഞ്ഞതിലൂടെ ഒരുപാട് മെച്ചമുണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല,
ഒരു വനിതയ്ക്ക് ഒറ്റയ്ക്ക് ഹജ്ജിന് പോകാൻ കഴിയുന്ന സിറ്റുവേഷനൊക്കെ ഒരുക്കിയതൊക്കെ അതിന്റെ ഭാഗമായിട്ട്, അതായത് മുസ്ലിം വിഭാഗങ്ങൾക്ക് വലിയ മെച്ചമാണ് ഈ ഭരണകാലത്ത് ഉണ്ടായത് എന്ന കാര്യത്തിൽ ചൊറിഞ്ഞിട്ടൊരു കാര്യമില്ല, അത് സത്യമാണ്. പിന്നെ എന്താണ് ദോഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് നേരം വെളുക്കാത്ത ഒരു ജനതയാണ് ഏറ്റവും കൂടുതലുള്ളത്. നേരം വെളുക്കാത്ത ഒരു ജനത. ആ ജനത ആയതുകൊണ്ട് തന്നെ ആ ജനതയെ ഈ രീതിയിൽ പിടിച്ചു നിർത്തി മാത്രമേ കുറേശ്ശെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ വിദ്യാഭ്യാസം കൊടുത്ത് വിവരം കൊടുത്ത് മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അടുത്ത തലമുറയൊക്കെ മാത്രമേ രാഷ്ട്രബോധവും പൗരബോധവുമുള്ള ആൾക്കാരെ ഏത് മതത്തിലായാലും ഉണ്ടാക്കാൻ കഴിയും എന്നതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭരണം നിലനിർത്താൻ കഴിയും, അതുകൊണ്ട് പറഞ്ഞു പോകുന്നു എന്ന് കരുതിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കേട്ടിട്ട് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർ മുസ്ലിങ്ങൾ മുഴുവൻ രാജ്യദ്രോഹികളാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ഉപോത്ബലകമായ കാര്യങ്ങൾ, എന്താണ് മുസ്ലിം, എന്താണ് അവരുടെ വിശ്വാസം, എന്താണ് ആചാരം എന്നറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഭരണകൂടവും അത്തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അവരുടെ ധാരണയിൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വന്ദേ മാതരത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ദുർഗയും അതുപോലെ സരസ്വതിയും ഒക്കെ മുസ്ലിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും ഒരു വിശ്വസിക്കുക എന്നാണ് അവർ കരുതുന്നത്. ഈ നിയമം ഉണ്ടാക്കുന്നവർ അങ്ങനെ കരുതുന്നത്, അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നവർ. അതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടുത്തെ മുസ്ലിം സമൂഹം ശ്രമിക്കുന്നുമില്ല. മനസ്സിലായില്ല? അപ്പോ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ അത് മുസ്ലിം വിഭാഗത്തെ മുഴുവൻ നശിപ്പിക്കാനാണ്, അവരുടെ വിശ്വാസത്തെ ഹനിക്കാനാണ് എന്ന് സ്വാഭാവികമായിട്ടും മുസ്ലിം വിഭാഗം ചിന്തിക്കുകയും ചെയ്യുന്നു. അതിന്റെ കൂടെയാണ് ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള വലിയൊരു ഭാഗം, പ്രത്യേകിച്ച് ഹിന്ദു നാമധാരികളായിട്ടുള്ള വലിയൊരു ഭാഗം സോഷ്യൽ മീഡിയയിൽ ആ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാറിന്റെയും അതുപോലെ BJPയുടെയും മറ്റ് അതുപോലുള്ള സംഘടനകളെ RSSന്റെയും ഒക്കെ ലേബലിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, മുസ്ലിം വിഭാഗീയത വർഗീയത പറഞ്ഞു പരത്തി ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കാലം എന്ന് പറയുന്നത്. സത്യത്തിൽ നിയമപരമായി ഇവിടെ ഒരു സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നതിലുപരി എല്ലാ വിഭാഗങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഈ ഒരു അവസരത്തിലാണ് എനിക്ക് നിങ്ങളെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച് കേൾപ്പിക്കാനുള്ളത്. ഷെരീഫ് സാഗർ എന്ന ഒരാള് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ? ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്തെ ഉത്തരം ഭരണഘടനാപരമായിട്ടുള്ള പരിരക്ഷയാണ്. അതായത് മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്നു. സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാൻ ന്യൂനപക്ഷ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങളും രാജ്യത്തുണ്ട്. രണ്ടാമത്തെ കാര്യം വിദ്വേഷ പ്രസംഗങ്ങൾ, അപരവൽക്കരണം, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, വംശഹത്യ ഭീഷണി എന്നിങ്ങനെയുള്ള വെല്ലുവിളികളാണ്. ഇതൊരു മനുഷ്യാവകാശ പ്രശ്നവും ദേശീയ പ്രശ്നവുമാണ്. അതായത് തുടക്കത്തിൽ ഇതൊരു മുസ്ലിം പ്രശ്നമായി തോന്നുമെങ്കിലും ഫലത്തിൽ ഇത് ദേശത്തിന്റെ തകർച്ചയായി മാറും. അതായത് ഇതിന്റെ ദുരന്ത ഫലം അനുഭവിക്കാൻ പോകുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ലെന്ന് ചുരുക്കം. മൂന്നാമത്തെ കാര്യം നിയമപരമായ സുരക്ഷ ഭരണകൂടം തന്നെ ലംഘിക്കുകയും നിയമം നടപ്പാക്കേണ്ടവർ തന്നെ നിയമലംഘകരായി മാറുകയും ചെയ്യുന്നു എന്നതാണ്. അതായത് വിദ്വേഷം പ്രസംഗിച്ചവരെ പിടിച്ച് അകത്തിടേണ്ട മുഖ്യമന്ത്രിമാർ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രസംഗിക്കുന്നു. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഈ അവസ്ഥ ആശങ്കാജനകമാണ്. പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ സർവേ പ്രകാരം ഇന്ത്യയിലെ 89% മുസ്ലിങ്ങളും രാജ്യത്ത് മതസ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഇതേ രാജ്യത്താണ് സ്വകാര്യ സ്ഥലത്ത് നിസ്കരിച്ചതിന് അറസ്റ്റ് നടന്നത്. എന്നാൽ അവർക്ക് അനുകൂലമായി കോടതി വിധി വന്നു. അതായത് നിയമപരിരക്ഷ കിട്ടി. 2014 BJP അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ കായികമായ ആക്രമണങ്ങളെക്കാൾ കൾച്ചറൽ അറ്റാക്കാണ് നടന്നു വരുന്നത്. ഇത്രയും വലിയ ഒരു ജനവിഭാഗത്തെ കായികമായി ഇല്ലാതാക്കുക സാധ്യമല്ലെന്ന് ഭൂരിപക്ഷ വംശീയതയ്ക്ക് നിശ്ചയമുണ്ട്. അസ്തിത്വം അഴിച്ചുവെച്ച് ഹിന്ദുത്വ ദേശീയതയോട് അലിഞ്ഞു ചേരുന്നതോടെ തീരുന്നതാണ് ഇന്ത്യൻ ഫാസിസത്തിന്റെ മുസ്ലിം വിരോധം. അങ്ങനെയുള്ള നിരവധി നല്ല മുസ്ലിങ്ങൾ അവരുടെ ലിസ്റ്റിലുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ എന്നാണ് നമ്മുടെ ചോദ്യം. ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ നിയമപരമായി സുരക്ഷിതരാണ്, എന്നാൽ ആശങ്കകളുണ്ട് എന്നാണ് ഉത്തരം. ഈ ആശങ്കകൾ ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത്. എന്നാൽ സുരക്ഷിതരാണ് എന്ന പദപ്രയോഗം വാർത്തകൾ മുഴച്ചു നിൽക്കുകയും ആശങ്കകൾ അറിയിച്ചത് തമസ്കരിക്കപ്പെടുകയും ചെയ്തു. ഷെരീഫ് സാഗർ നേരത്തെ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി ഒരല്പം കൂടി ഒന്ന് പറയട്ടെ. ഇന്ത്യയിലെ ഏത് മതവിഭാഗത്തിന്റെയും അവരുടെ ആചാര വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ ഏത് സർക്കാർ മുന്നോട്ട് വന്നാലും അവരുടെ വിശ്വാസങ്ങൾ നേടിയെടുക്കുന്നത് വരെ അവരുടെ ആവശ്യങ്ങളും അവരോട് ആരാണോ നടപ്പിലാക്കി കൊടുക്കുന്നത് അവരോടുള്ള കൂറും ഉണ്ടാകൂ എന്നത് വസ്തുതയാണ്. അത് ഏത് മതമായാലും ഏത് ജാതിയിലായാലും ഇന്ത്യയിലെ അവസ്ഥ അങ്ങനെയാണ്. ഇപ്പോൾ രാമക്ഷേത്രം
ആ നിർമ്മാണം തന്നെ എടുക്കാം. ഫൈസാബാദില് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചു എന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ആ ഭാഗത്തെ BJPയുടെ തെരഞ്ഞെടുപ്പ് ഫലം എത്രയാണ് എന്ന് നോക്കിയാൽ മതി. അതാണ് അതിന്റെ വസ്തുത. അതായത് അവർക്കെല്ലാം നേടിക്കഴിഞ്ഞു, സംഗതി അവരുടെ ആഗ്രഹം നേടിക്കഴിഞ്ഞു. ഇനി എന്തിനാ നമ്മൾ അവർക്ക് വോട്ട് കൊടുക്കുന്നത്? ഒരു 100 രൂപയും ഒരു കുപ്പി ചാരായും അല്ലെങ്കിൽ അതുപോലെ ഒരു 2 കിലോ പച്ചക്കറിയും അതല്ലെങ്കിൽ 1 കിലോ പഞ്ചസാരയും നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വോട്ട് കൊടുക്കും എന്ന നിലയിലാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തിന്റെയും ഇന്നത്തെയും അവസ്ഥ എന്നത് വളരെ ഖേദകരമാണ്. നമ്മൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിതൊക്കെ പറയുന്നതും ഇത്തരത്തിൽ ആരോപിക്കുന്നതും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ നമ്മൾ കുറച്ച് ബോധമുള്ളവരാണ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അത്തരത്തിൽ ബോധമുള്ളവരും ആ സമൂഹത്തിലും അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഏതെങ്കിലും മതവിഭാഗങ്ങളെക്കുറിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ വിഭാഗങ്ങളെക്കുറിച്ച് വളരെ മോശം അഭിപ്രായങ്ങൾ ഉയർന്നുവരുന്നത് എന്നതും അത്ഭുതപ്പെടുത്തുന്നതാണ്. Different angles. Don't forget to subscribe and support this channel.